വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും അതേപോലെ തന്നെ ബാലഗോകുലത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് എത്തിയിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും വിനീതമായ നമസ്കാരം. സമിതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ കഥ പറയാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. ചിലവർ ഈ കഥ നേരത്തെ കേട്ടിട്ടുണ്ടാവാം, എന്നാലും നല്ല മൂല്യമുള്ള ഒരു കഥയായതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യും. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് അദ്ദേഹത്തിൻ്റെ രാജ്യം മുഴുവനും നഷ്ടപ്പെട്ടു. യുദ്ധത്തിൽ മറ്റ് രാജ്യത്ത് ഉള്ള രാജാക്കന്മാർ യുദ്ധം ചെയ്തിട്ട് ആ രാജാവിൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു. ലാസ്റ്റ് സ്ഥാനഭ്രഷ്ടനായിട്ട് ആ രാജാവ് ഇങ്ങനെ നടന്ന് ഒരു കാട്ടിലെത്തി. കാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം മൈലുകണക്കിന് നടന്നിട്ടാണ് കാട്ടിലെത്തിയത്. വളരെ വരഞ്ഞ് ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും വരഞ്ഞ് ഒരു വൃക്ഷത്തിൻ്റെ അടിയിൽ വരെ അദ്ദേഹത്തെ എത്താൻ സാധിക്കും. അവിടെ അദ്ദേഹം വീണ് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം കണ്ടത് ഒരു മഹർഷി ആ വൃക്ഷച്ചൂട്ടിലിരുന്ന് തപസ് ചെയ്യുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഈ രാജാവ് ചോദിച്ചു, മഹർഷി, എനിക്ക് വളരെയധികം ദാഹിക്കുന്നു, ഇച്ചിരി വെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഉടനെ മഹർഷി ആ മരത്തോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇച്ചിരി ഉഷാറായി. എന്നാലും വിശപ്പ് അടക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് വിശക്കുന്നു, എനിക്ക് ആഹാരം എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു മഹർഷിയോട്. രാജാവാണ് ഇത് ചോദിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. ലാസ്റ്റ് തരാലോ എന്ന് പറഞ്ഞിട്ട് മരത്തിൻ്റെ പക്കൽ നിന്ന് ഈ രാജാവിന് വേണ്ട ആഹാരവും അദ്ദേഹം സംഘടിപ്പിച്ചു കൊടുത്തു. ആഹാരവും വെള്ളവും കിട്ടിയപ്പോൾ രാജാവ് ഇച്ചിരി ഉഷാറായി. പിന്നെ അദ്ദേഹം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇച്ചിരി ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ക്ഷീണമൊക്കെ പോകും. അപ്പോൾ ഉറങ്ങാനുള്ള ഒരു പയ അല്ലെങ്കിൽ കിടക്ക തരാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴും മഹർഷി ആ കിടക്ക മരത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതും രാജാവിന് നൽകി. അങ്ങനെ സുഖമായിട്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ രാജാവ് പൂർവാധികം ഉഷാറായി. അപ്പോൾ ഈ രാജാവ് ചോദിച്ചു, ഞാൻ ഇങ്ങനെ തൊട്ടടുത്ത രാജ്യത്തുള്ള ഒരു രാജാവ് സ്ഥാനഭ്രഷ്ടനായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു, സൈന്യം നഷ്ടപ്പെട്ടു, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ മഹർഷി പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, രാജാവിന് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ മരത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം ഈ സാധനങ്ങളെല്ലാം തരുമെന്ന് പറയും. അപ്പോൾ ഈ രാജാവ് മരത്തോട് നഷ്ടപ്പെട്ട കാര്യങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രാജ്യം നഷ്ടപ്പെട്ട സൈന്യം തിരിച്ചു കിട്ടി, രാജാവിൻ്റെ കുതിര തിരിച്ചു കിട്ടി. അങ്ങനെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും രാജാവിന് തിരിച്ചു കിട്ടിയിട്ട് രാജാവ് അതെല്ലാമായിട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് പോയിട്ട് ഒരു ദിവസം അദ്ദേഹം സർവ്വസൈന്യാധിപനായിട്ട് ഈ മഹർഷിയെ കാണാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, മഹർഷി, ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മരം തിരിച്ച് നൽകാൻ സാധിക്കുന്നത്? അപ്പോൾ മഹർഷി പറഞ്ഞു, ഈ മരം വർഷങ്ങളായി നമ്മൾ തപസ് ചെയ്തിട്ട് എല്ലാ ഞങ്ങളുടെ സർവ്വസിദ്ധികളും ഉപയോഗിച്ച് തപസ് ചെയ്തതിന് ഫലമായിട്ടാണ് നമുക്ക് മരം എല്ലാ സാധനങ്ങളും തിരിച്ചു തരുന്നത്. കഥ അവിടെ ഞാൻ തൽക്കാലം നിർത്തുന്നു. ഞാൻ ഈ മരം ഉപമിക്കുന്നത് നമ്മുടെ സംഘടനയാണ്. അതേപോലെ തന്നെ അവിടെ ഇരുന്ന് തപസ് ചെയ്ത ഋഷീശ്വരന്മാർ, ഈ ഒരു മരം മാത്രമല്ല, ധാരാളം മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിയിൽ ഒരേ ഋഷീശ്വരന്മാർ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് ഈ മരം ഈ സാധനങ്ങളൊക്കെ തിരിച്ചു തരുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു തരുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മഹർഷി പറഞ്ഞു, വർഷങ്ങളോളം നമ്മൾ തപസ് ചെയ്ത് സിദ്ധിയെടുത്ത കാര്യങ്ങളാണ് നമുക്ക് ഈ മരങ്ങൾ ആ
രൂപത്തിൽ നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ഈ സംഘടനയെ നമുക്ക് ഈ വൃക്ഷമായിട്ട് സങ്കല്പിക്കാം. കഴിഞ്ഞ 50 വർഷങ്ങൾ നമ്മുടെ ഋഷീശ്വരമായിട്ടുള്ള നമ്മുടെ മുതിർന്ന കാര്യകർത്താക്കൾ അധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇന്നത്തെ ഈ ദുർഗാഗോകുലം ഇവിടെ തുടക്കം കുറിച്ചിട്ട് 40 കൊല്ലങ്ങൾ കൂടുതലായി. അന്ന് ഇവിടെ ബാലമിത്രമായിട്ട് ഇവിടെ പ്രവർത്തിച്ച നമ്മുടെ രമേശ് ഏട്ടൻ ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. ഏറ്റവും പുറകിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് തിരിഞ്ഞഴിച്ച ആ തിരിനാളം ഇന്നും ഞങ്ങളുടെ പ്രവർത്തകർ അത് കെടാതെ മുന്നിലേക്ക് നീങ്ങുന്നു. അപ്പോൾ നമ്മുടെ ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനം തുടങ്ങി 50 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ആ ഋഷീശ്വരന്മാരുടെ ആ തപസ്സും പ്രയത്നവുമാണ് നമ്മുടെ സംഘടനയെ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ശക്തമായിട്ട് മുന്നിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിവാർ സംഘടന എല്ലാവരും ഭാരവാഹികളായിട്ടല്ല,